എനിക്ക് മുണ്ടൊടുക്കാനും അറിയാം, മലയാളം പറയാനും അറിയാം. ഈ ഡയലോഗ് ടൊവിനോ നല്ല വെടിപ്പായിട്ട് ലൂസിഫറിൽ പറയുന്നുണ്ട്. ഇതേ രണ്ടുപേരുടെ ഡയലോഗ് 10 വട്ടം തെറ്റിച്ചായിരുന്നു രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മാസാവാൻ വേണ്ടി അടിച്ചുവിട്ടത്. ഉള്ളി പോയപ്പോൾ ചന്ദ്രൻ വന്നു എന്ന് ആശ്വസിച്ച BJP-ക്കാർക്ക് മുട്ടൻ പണിയാണ് പിന്നീട് കിട്ടിയത്. രാജീവ് ചന്ദ്രശേഖർ വരയ്ക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കാവൂ എന്ന ഒരു ധാർഷ്ട്യമാണ് BJP പിന്നീട് കണ്ടത്. ചന്ദ്രനിസം കൊണ്ട് മടുത്തു തുടങ്ങിയവർ പരസ്യപ്പോരിലേക്കും കടന്നു. പലരെയും മാറ്റിയും അവഗണിച്ചും ഒറ്റയ്ക്ക് തീരുമാനമെടുത്തും ചന്ദ്രൻ കാണിക്കുന്ന ഈ അഹമ്മദി സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഒരു കൂട്ടം BJP നേതാക്കൾ പടിയിറങ്ങുകയാണ്. ഈ ഏകാധിപത്യം സഹിക്കുന്നതിന് നല്ലത് വേറെ പണിക്ക് പോകുന്നതാണ് എന്നാണ് പറയുന്നത്. കോർപ്പറേറ്റ് കമ്പനികൾ പോലെയാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനമെന്ന വിമർശനവുമായിട്ട് BJP-യുടെ മുതിർന്ന നേതാക്കളും എത്തിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായ ശേഷമുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് വിമർശനം ഉയരുന്നത്. BJP ഇൻചാർജുമാരുടെ യോഗത്തിലായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ശൈലിക്കെതിരായ വിമർശനം ഉയർന്നതും. പാർട്ടി പ്രവർത്തനം കോർപ്പറേറ്റ് കമ്പനികൾ പോലെ നടത്തരുത് എന്നും ജോലി സമ്മർദ്ദം കാരണം പല മണ്ഡലം പ്രസിഡന്റുമാരും രാജിക്കൊരുങ്ങുകയാണെന്നും ഇൻചാർജുമാർ യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പിന്തുണയുമായിട്ട് MT രമേശും S സുരേഷും രംഗത്തേക്ക് വന്നു. കോർപ്പറേറ്റ് കമ്പനികൾ ചെയ്യുന്നത് പോലെ മണ്ഡലം പ്രസിഡന്റുമാർക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകുകയാണ്. അതിനാൽ ജോലിഭാരം ഉയരുന്നു എന്ന വിമർശനം വ്യാപകമാണെന്നും ഇൻചാർജുമാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മണ്ഡലം പ്രസിഡന്റുമാർക്ക് ചെയ്തു തീർക്കാൻ നിരവധി ജോലികളുണ്ട്. ഇതുകൂടാതെ ശില്പശാലയും പ്രധാനമന്ത്രിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട 15 ദിവസത്തെ പരിപാടികളും സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഇവർക്കും ഓണവും ശ്രീകൃഷ്ണ ജയന്തിയും എല്ലാം ഉണ്ടെന്നും പ്രതിഫലം വാങ്ങി പ്രവർത്തിക്കുന്നവരെല്ലാം മണ്ഡലം പ്രസിഡന്റുമാരെന്നും ജോലിഭാരം കൂടിയതിനെ തുടർന്ന് നിരവധി പ്രസിഡന്റുമാരാണ് രാജിക്കൊരുങ്ങുന്നത് എന്നാണ് ഇൻചാർജുമാർ തങ്ങളുടെ അതൃപ്തി അറിയിച്ചുകൊണ്ട് പറഞ്ഞത്. ശില്പശാലകളും വാർഡ് കൺവെൻഷനുകളും കൃത്യസമയത്ത് നടക്കുന്നില്ല എന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ വിമർശനത്തിന് പിന്നാലെയായിരുന്നു ഇൻചാർജുമാരുടെ മറുപടി. കഴിഞ്ഞ ദിവസം കേരള നേതൃത്വത്തിന്റെ ഖജനാവിൽ നിന്നും നേതാക്കൾ കൈയിട്ട് വരുന്നു എന്നും പരാതി വന്നിരുന്നു. നേതൃത്വത്തിലെ പ്രതിമാസ ചെലവ് റോക്കറ്റ് കണക്കെ കുതിച്ചുയരുന്നു എന്നായിരുന്നു പുറത്തു വന്ന വിവരങ്ങൾ സൂചിപ്പിച്ചത്. സംസ്ഥാന BJP-യിൽ ധൂർത്തും അമിത ചെലവും ഏറുന്നു എന്ന ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം പാർട്ടിയുടെ പ്രതിമാസ ചിലവ് ഇരട്ടിയല്ല 10 ഇരട്ടി വർദ്ധിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ നേതൃത്വത്തെ തന്നെ ആപ്പിലാക്കിയിരിക്കുന്നത്. ഈ നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ വെറും 6 മാസം കൊണ്ട് ഓഫീസ് ജീവനക്കാർക്ക് പ്രതിമാസ ശമ്പളം പോലും കൊടുക്കുവാൻ വകയില്ലാതെ വരുമെന്നാണ് പാർട്ടിയിൽ നിന്നും തന്നെയുള്ള ഒരു വിഭാഗം പറയുന്നത്. പാർട്ടി ഓഫീസ് സെക്രട്ടറിയും ട്രഷററും ദേശീയ നേതൃത്വത്തോട് നേരിട്ട് വിവരങ്ങൾ അറിയിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. K. സുരേന്ദ്രന്റെ കാലത്ത് പ്രതിമാസം 35 ലക്ഷം മുതൽ 40 ലക്ഷം വരെയായിരുന്നു ചിലവ്. എന്നാൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം ചിലവ് 2.25 കോടി രൂപയായി ഉയർന്നിരിക്കുകയാണ്. മുൻ അധ്യക്ഷന്റെ കാലത്ത് പ്രസിഡന്റ് ഓഫീസിന്റെ ഒരു മാസത്തെ ചിലവ് 1.5 ലക്ഷം രൂപയായിരുന്നു. ഈ 1.5 ലക്ഷം രൂപയിൽ ജീവനക്കാരുടെ ശമ്പളം അടക്കം വരുന്ന ചിലവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത് 10 ഇരട്ടിയെ വർദ്ധിച്ചു. രാജീവ് ചന്ദ്രശേഖർ സ്ഥാനമേറ്റ ശേഷം അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തെ ചൊല്ലി പാർട്ടിയിൽ തന്നെ ഭിന്നതയും ഉണ്ടായിരുന്നതാണ്. ചിലവ് വർദ്ധിച്ചത് എങ്ങനെ എന്നൊരു അവലോകനം നടത്തിയാൽ കുറച്ച് കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. BJP സംഘപരിവാർ അനുഭാവികൾക്ക് പകരം പ്രസിഡന്റ് ഓഫീസിലുള്ളത് മുഴുവൻ പ്രൊഫഷണലുകളാണ്. PR, മീഡിയ, IT, ഓൺലൈൻ മേഖലയിലും കൈയച്ചാണ് ചിലവ് നടത്തുന്നത്. വിമർശനം കേൾക്കുന്നത് ഇതിൽ മാത്രമല്ല, സംസ്ഥാന അധ്യക്ഷൻ 5 സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രമേ താമസിക്കൂ എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറിയും അധ്യക്ഷന്റെ പാത തന്നെയാണ് പിന്നെ തുടരുന്നത്. മാരാർജി ഭവനിൽ വളരെ മികച്ച താമസ സൗകര്യം ഉണ്ടായിട്ടും കഴിഞ്ഞ 6 മാസമായി ജനറൽ സെക്രട്ടറി താമസിക്കുന്നതും സ്റ്റാർ ഹോട്ടലിലാണെന്ന വിമർശനം ഉയരുകയാണ്. എന്തായാലും പിടികിട്ടാതെ പോകുന്ന ചിലവിനെ പിടിച്ചു കെട്ടാനുള്ള അഭ്യർത്ഥനയുമായിട്ട് ട്രഷററും സെക്രട്ടറിയും ദേശീയ നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ ഈ കഴുത്തിന് പിടുത്തം കൊണ്ട് പലരും പടിയിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്.